നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും 1 കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ചെട്ടിക്കാട് SNDP ശാഖായോഗം സംഘടിപ്പിച്ച ദീപകാഴ്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായ മാതൃകാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന് 55,840 എന്ന ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി ചേരുന്നതോടെ 1 പവൻ സ്വർണ്ണാഭരണത്തിന് ഏകദേശം 62,000 രൂപയോളമാകും ഉപഭോക്താവ് നൽകേണ്ടി വരിക. വാർത്തകൾ വിശദമായി. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും 1 കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി വരികയാണ്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെഹ്റു ട്രോഫി വള്ളംകളി നമുക്കറിയാം, ചൂരൽമല ദുരന്തം കാരണം ഓണാഘോഷം അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സർക്കാർ ഫണ്ടിങ് പരിപാടികളൊക്കെ മാറ്റിയതിൻ്റെ ഭാഗമായി ഇത്തിരി നീണ്ടുപോയിരുന്നു. സർക്കാർ തന്നെ ഇടപെട്ട് അത് വേഗത്തിൽ നടത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. 28-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഇന്നതിൻ്റെ റിവ്യൂ അവിടെ നടന്നതാണ്. അതിന് ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമേ മറ്റെന്തൊക്കെ സഹായമാണോ ചെയ്യാൻ വേണ്ടി പറ്റുക, ആ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടു. വള്ളംകളി ആലപ്പുഴക്കാരുടെ മാത്രമല്ല ആകെ കേരളത്തിന്റെ വികാരമാണ്. അത് വളരെ ഭംഗിയായി നടത്താൻ ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ പരിഗണനയിലാണെന്നും മറ്റു കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ചെട്ടിക്കാട് SNDP ശാഖായോഗം സംഘടിപ്പിച്ച ദീപകാഴ്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. ലോകമുള്ള കാലമത്രയും ഗുരുവിന്റെ ദർശനങ്ങളും ചിന്തകളും ഒരിക്കലും മായാതെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും MLA പറഞ്ഞു. ലോകമുള്ള കാലമത്രയും ഗുരുവിന്റെ ദർശനങ്ങളും ഗുരുവിന്റെ ചിന്തകളും ഒരിക്കലും മായാതെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ നിമിഷവും കടക്കുന്തോറും ഗുരുദേവന്റെ ചിന്തകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കാലത്തിനപ്പുറം അന്ന് നിലനിന്നിരുന്ന സാഹചര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ശ്രീ
ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ചെട്ടിക്കാട് SNDP ശാഖായോഗം സംഘടിപ്പിച്ച ദീപകാഴ്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, ചെട്ടിക്കാട് SNDP ശാഖായോഗം പ്രസിഡന്റ് PV സോമൻ, P സുനിലാൽ, VR പ്രേംകുമാർ, ഹരികുമാർ ദിനേശൻ, ലളിത വിദ്യാധരൻ തുടങ്ങിയവർ ഭക്തി നിർഭരമായ ദീപകാഴ്ച ചടങ്ങിൽ സംബന്ധിച്ചു. ദീപകാഴ്ചയെ തുടർന്ന് വേദിയിൽ ഭക്തിഗാനമേളയും അരങ്ങേറി. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായ മാതൃകാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിനായി നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങളാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴ മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 13ാമത് വാർഷികവും വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 13 വർഷക്കാലമായി ആലപ്പുഴയുടെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് വളർന്നു വന്ന ഒരു വനിതാ കൂട്ടായ്മയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെയായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരുപാട് നല്ല ഇടപെടലുകൾ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രസ്ഥാനമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാരമയും അതുപോലെ തന്നെ സുവർണകുമാരിയും ഒക്കെ തന്നെ ഗാന്ധി സ്മാരക സേവാ കേന്ദ്രവുമായിട്ട് സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും, ആളുകൾക്ക് സഹായം എത്തിക്കാൻ പറ്റും, ആളുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെ അറിയുന്നവരും പരിണിതപ്രചുരമായിട്ടുള്ള ആളുകൾ. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് സുവർണകുമാരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, MK മോഹനൻ, തിരക്കഥാകൃത്ത് ബാബു താണിക്കുടം, സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി PA കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതവും ട്രഷറർ ഷൈല ജേക്കബ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് MK മോഹനന്റെ കോടമഞ്ഞും കുളിർക്കാറ്റും നോവലിന്റെ പോസ്റ്റർ പ്രകാശനവും കലാസാഹിത്യകാരന്മാരെ ആദരിക്കലും KC വേണുഗോപാൽ നിർവഹിച്ചു. സമാപന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. H സലാം MLA മുഖ്യ അതിഥിയായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ്, PK ബൈജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന സമ്മേളനത്തെ തുടർന്ന് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ വർഷത്തെ മികച്ച കുട്ടി കർഷകർക്കുള്ള പുരസ്കാരം MLAമാരായ PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരിൽ നിന്നും കുമാരി ഫരീദ ഫിറോസും കുമാരി ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 55,840 എന്ന ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടെ ചേരുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഏകദേശം 62,000 രൂപയോളമാകും ഉപഭോക്താവിന് നൽകേണ്ടി വരിക. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 55,840 രൂപയാണ് പുതിയ റെക്കോർഡ് വില. ഗ്രാമിന് 20 രൂപ കൂടി 6,980 രൂപയിലും എത്തി. മെയ് മാസം രേഖപ്പെടുത്തിയ റെക്കോർഡ് വിലയാണ് തിങ്കളാഴ്ച തിരുത്തിയത്. പവന് 55,120 രൂപയായിരുന്നു അന്ന്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു സ്വർണ്ണവില. പടിപടി ഉയർന്ന സ്വർണ്ണവില തിങ്കളാഴ്ചയാണ് വീണ്ടും 55,000 കടന്നത്. അമേരിക്ക പലിശ നിരക്ക് കുത്തനെ കുറച്ചതോടെ നിത്യേന എന്നോണം കുതിച്ചുയരുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില ഇപ്പോൾ. US ഫെഡറൽ റിസർവ് ചെയർമാൻ 0.5% നിരക്കിളവ് പ്രഖ്യാപിച്ചതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയായിരുന്നു.
പലിശ കുറഞ്ഞ ബാങ്ക് നിക്ഷേപങ്ങൾ അനാകർഷമായതോടെ സ്വർണം സുരക്ഷിതമെന്ന തോന്നലിൽ നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണത്തിന്റെ വില കുതിക്കാൻ കാരണമാണ്. പണിക്കൂലിയും GSTയും HUID ചാർജ് ഉൾപ്പെടെ 62,000 രൂപയോളം നൽകിയാൽ മാത്രമേ ഉപഭോക്താവിന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ കഴിയൂ. മാത്രമല്ല, ഈ നില തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ മേഖലയിലെ വിദഗ്ധരും വ്യാപാരികളും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഉത്സവ വിവാഹ പർച്ചേസുകൾ നടത്താനിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വിലകയറ്റം. അതോടൊപ്പം സ്വർണത്തിന്റെ വില കുതിപ്പ് തുടരുന്നത് ചെറുകിട സ്വർണ്ണ വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ നേരിട്ടിടപെടുമെന്നും പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമായിട്ടാണ് കാണുന്നത്. ഇവിടെ തന്നെ എടുത്താൽ മറുകര എത്താൻ ചെറുവള്ളങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ജനതയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. ഇവിടെ അതിന്റെ നാൾ വഴികൾ ഒക്കെ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാട്ടി ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. 57 കോടി രൂപയാണ് ഈ പാലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ സ്പർശിക്കുന്നതായിരിക്കണം വികസനം. അതിനേറ്റവും ഉദാഹരിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇതിന്റെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ നിർമ്മിക്കും എന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ലക്ഷ്യം വെച്ചത്. എന്നാൽ 3.25 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനത്തിലേക്ക് നയിക്കുന്നവയാണ് പാലങ്ങൾ. അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനായി എല്ലാ മാസവും പ്രത്യേക യോഗം ചേർന്നുകൊണ്ടാണിത് സാധ്യമായത്. ഭരണാനുമതി ലഭിച്ചവയ്ക്ക് സാങ്കേതികാനുമതി ലഭിക്കാനും സാങ്കേതികാനുമതി ആയവ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും പ്രവൃത്തി ആരംഭിച്ചവ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയതായും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയുടെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളി വിജയകരമായി നടത്താൻ ടൂറിസം വകുപ്പിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന വള്ളംകളി ടൂറിസം വകുപ്പിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുന്നമട ജെട്ടിക്ക് സമീപം നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം, കൗൺസിലർമാരായ G ശ്രീലേഖ, സൗമ്യരാജ്, മുൻ MP TJ ആഞ്ചലോസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ, കിഫ്ബി പ്രോജക്ട് ഡയറക്ടർ M അശോക് കുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു, ടീം ലീഡർ PR മഞ്ജുഷ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. KC വേണുഗോപാൽ MPയുടെ സന്ദേശം യോഗത്തിൽ വായിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും 1 കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ചെട്ടിക്കാട് SNDP ശാഖായോഗം സംഘടിപ്പിച്ച ദീപകാഴ്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും
അത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായ മാതൃകാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന് 55,840 എന്ന ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി ചേരുന്നതോടെ 1 പവൻ സ്വർണ്ണാഭരണത്തിന് ഏകദേശം 62,000 രൂപയോളമാകും ഉപഭോക്താവ് നൽകേണ്ടി വരിക. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.